വഴികളൊക്കെ പലതും ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് പ്രാവർത്തികമാവുന്നില്ല എന്ന് മാത്രം. പിന്നെ 1-2 രൂപയൊന്നും അല്ലല്ലോ ശാരദാമ്മേ ആവശ്യമായിട്ട് വന്നിരിക്കുന്നേ. കൂട്ടിയ കൂടുന്നല്ലാന്നും അറിയാം. എങ്കിലും അങ്ങ് ശ്രമിക്കുവോ? അതൊരു കാര്യമുണ്ടായിട്ടൊന്നും അല്ല, നമ്മളെ തന്നെ സ്വയം ബോധ്യപ്പെടുത്താനുള്ളൊരു ശ്രമമാ. അങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ കൂടെ ഒരു ചെറിയ സഹായം എന്ന രീതിയിൽ ഞാൻ എൻ്റെ വീടിൻ്റെ ആധാരം കൊണ്ടുവന്നിട്ടുണ്ട്. കാശായിട്ട് തരാൻ സാധിക്കാത്തതുകൊണ്ടാ ഇപ്പം ഈ രീതിയിലൊരു സഹായം. ഞാൻ പറയുന്നതൊരു അവിവേകമായിട്ട് കാണരുത് രാഘവേട്ടൻ. ഇത് ഇത് സന്തോഷത്തോടെ സ്വീകരിക്കണം. ഇതാ വാങ്ങണം രാഘവേട്ട. ശാരദാമ്മേ, നിങ്ങളുടെ വലിയ മനസ്സാ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത് തന്നെ ആ നല്ല മനസ്സുള്ളതുകൊണ്ടാ. അത്രയും വലിയ മനസ്സുള്ളവരെയൊന്നും ഞങ്ങൾക്കിവിടെ ആവശ്യമില്ല ശാരദാമ്മേ. അവരുടെ സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളെ നിങ്ങൾ എന്താ അത്രയ്ക്ക് കൊച്ചാക്കിയിട്ടാണോ കാണുന്നേ? നിങ്ങളുടെ ഹോട്ടലിൽ ഇരിക്കുന്ന ആ ഇത്തിരി വട്ടത്തിൽ കിടക്കുന്ന സ്ഥലത്തിന്റെ ആധാരം കൊണ്ടുവന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനാ? രാഘവേട്ട, ഇത് അതൊന്നുമല്ല, അറിഞ്ഞോണ്ടുള്ള ഒരു പരിഹാസം. അയ്യോ സത്യം. വീണ് കിടക്കുന്നവന്റെ മുഖത്ത് നോക്കി ചവിട്ടുമ്പോ കിട്ടുന്ന ഒരു സുഖം. സത്യമേ, അതിനു മാത്രം നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ വരവ്. ഭാമേ, എന്തൊക്കെ ഇവരക്കട നീ വിളിച്ചു പറയുന്നത്? രാഘവേട്ട ഒരു ശുദ്ധനാ. ഇവരുടേതുപോലെയുള്ള കുശാഗ്രബുദ്ധിയൊന്നും രാഘവേട്ടനും തെളിയില്ല. പക്ഷെ എനിക്കങ്ങനെയല്ല. എനിക്കിവരുടെ വരവ് കണ്ടപ്പോഴേ കത്തി, ഇത് എന്നെയും എന്റെ കുടുംബത്തെയും കൂട്ടത്തോടെ അവമാനിക്കാനുള്ള വരവാണെന്ന്. സത്യമേ, സത്യത്തിന് നിരക്കാത്തൊന്നും പറയല്ലേ. മനസ്സിൽ ഒരു ഉദ്ദേശവും വച്ചല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഓ,